സോ ഇന്നത്തേതൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ആണ്. PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ആൻസർ അറിയാവുന്നവർ പറഞ്ഞു വെക്കൂ. ഒരു ഇന്ററാക്ട് ചെയ്ത് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് ഇപ്പൊ എത്രമാത്രം പഠിച്ചു എന്നൊക്കെ അറിയാമല്ലോ. യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ എന്താണ്? ഇലുമിനേഷനിലൊക്കെ വരുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇത് 2016 ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് PSC കുറച്ചുകൂടി എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം സ്റ്റെറഡിയൻ ആണ് അല്ലേ? അതായത് നമ്മളൊരു സോളിഡ് ആംഗിൾ എടുക്കുമ്പം അത് എത്ര ലൈറ്റ് എത്രമാത്രം അതിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എന്തായാലും പറയാൻ പറ്റും. എന്തായാലും റേഡിയനോ ഡിഗ്രിയോ ഒന്നും അല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഓപ്ഷൻസ് ഇത്രയും ഈസി ആയിരിക്കില്ല ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമില്. അപ്പൊ SI യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നതാണ് സ്റ്റെറഡിയൻ. SI യൂണിറ്റ് ആണ് സ്റ്റെറഡിയൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും അതിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. സ്റ്റെറഡിയൻ ആണ് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വാല്യൂ ഓഫ് അലൂമിനിയം അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്? അപ്പൊ അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. ആൻസർ 4.03 × 10⁻³ അപ്പം ഇവിടെ വരുമ്പം 4.03 × 10⁻³ ആണ് ഉത്തരം. അപ്പൊ ഇവിടെ എല്ലാം 40-ലാണ്. അപ്പൊ 40 ആവുമ്പം 40.3 × 10⁻⁴. അപ്പം ഓപ്ഷൻ A ആണ്. അപ്പൊ നിങ്ങൾ അതിന്റെ വാല്യൂ കാണാതെ പഠിക്കുക എന്നുള്ള ഒരു ഓപ്ഷനേ ഇതിലുള്ളൂ കേട്ടോ. ഇത് രണ്ടും ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഒരു അമീറ്ററിന്റെ റേഞ്ച് കൂട്ടാൻ എന്ത് ചെയ്യണം? നമ്മൾ അമീറ്റർ നമ്മൾ പഠിക്കാറുണ്ട്, വോൾട്ട് മീറ്റർ പഠിക്കാറുണ്ട്. നമ്മൾ ഇതിപ്പം പല ഓർഡറിലായിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ക്വസ്റ്റ്യൻസ് പല മിക്സ് ചെയ്തായിരിക്കും കേട്ടോ. പണ്ട് PSC അങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ ഇലക്ട്രിക്കലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ ആണെങ്കിൽ അവരൊരു സിലബസ് തരുന്നുണ്ട്. അപ്പൊ അതിലെ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും മൊഡ്യൂൾ 1-ലെ 10 ക്വസ്റ്റ്യൻസ് ആദ്യത്തെ മൊഡ്യൂൾ 1-ൽ നിന്ന് തന്നെ ഒരു ഓർഡറിൽ അങ്ങ് ചോദിക്കും. 1 മുതൽ 10 വരെ, പിന്നെ 11 മുതൽ 20 വരെ മൊഡ്യൂൾ 2. അങ്ങനെ ഇപ്പൊ ചോദിച്ചു വന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇതിൽ ക്വസ്റ്റ്യൻസ് എല്ലാം മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്താണ്? ഒരു അമീറ്ററിന്റെ റേഞ്ച് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് അമീറ്ററിലൂടെ കൂടുതൽ കറണ്ട്, റേഞ്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്തോ, കൂടുതൽ കറണ്ട് മെഷർ ചെയ്യണം. അപ്പം എന്തായാലും ലോ റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണോ അതോ പാരലായിട്ട് കണക്ട് ചെയ്യണോ? എന്താ വേണ്ടേ? കൂടുതൽ കറണ്ട് പോവുകയും വേണം. എന്തായിരിക്കും ആൻസർ? എന്തായാലും കൂടുതൽ കറണ്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാം, ലോ റെസിസ്റ്റൻസ് ആണ്. അതൊന്നും ഓക്കെ ആയി. പിന്നെന്ത് വേണം? കറണ്ടിന്റെ റേറ്റിംഗ്, കൂടുതൽ കറണ്ട് പോകണമെങ്കിൽ കറണ്ട് റേറ്റിംഗ് കൂടണമെങ്കിൽ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്താൽ കറണ്ടിന് ഒരു മാറ്റവും ഇല്ല. അപ്പൊ ആൻസർ എന്താണ്? നമ്മള് ഒരു ലോ റെസിസ്റ്റൻസിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. RSHനെ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം അല്ലെ? അമ്മീറ്ററിലൂടെ പോകുന്ന കറണ്ട് IM ആണെങ്കിൽ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു ISH ഫോളോ ചെയ്ത് ടോട്ടൽ കറണ്ട് I ആയി. I = I + ISH. അങ്ങനെയൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള തിയറി പറയുന്നത്. I = I + ISR. അങ്ങനെ ഇതിന്റെ റേഞ്ച് കൂടി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അത്രയൊന്നും അങ്ങനെയൊന്നും അധികം ഒന്നും ചോദിക്കത്തില്ല. അപ്പം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഈ RSHന്റെ വാല്യൂ എങ്ങനെയാണ്, മൾട്ടിപ്ലൈയിങ് ഫാക്ടർ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആൻസർ എ ലോ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്ക്രീൻ കാണുന്നില്ല. അപ്പൊ നിങ്ങൾ ഡിസ്കണക്ട് ആയി പോയാൽ എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റിപ്ലൈ തന്നേക്കണേ. ഓക്കെ, ഇത് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട സ്ലൈഡാണ്, അവിടെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. 1 ആംപിയർ അവർ ഈസ് ഈക്വൽ ടു കുളമ്പ് ആണ്. അപ്പൊ കുളമ്പ് നമുക്കറിയാം ചാർജിന്റെ യൂണിറ്റ് അല്ലേ? Q ഈസ് ഈക്വൽ ടു I × T ആണെന്ന് നമുക്കറിയാം അല്ലെ? ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പഠിച്ചിരിക്കുന്നത്, I ഈസ് ഈക്വൽ ടു Q/T. ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം I. അപ്പൊ നമുക്ക് Q ആണ് വേണ്ടത്. Q × T ആണ്. Q ആണ് വേണ്ടത്, I × T ആണ്. 1 ആംപിയർ, 1 ആംപിയറിൽ വേറെ ചോദ്യമൊന്നുമില്ല. 1 ആംപിയർ ഇൻറ്റു ടൈം ആണ് നമുക്ക് വേണ്ടത്. നമ്മള് എല്ലാ SI യൂണിറ്റ് എഴുതണം. ടൈമിന്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ്സ് ആണ്.
അപ്പൊ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ്? 1 ആംപിയർ ഇൻറ്റു 1 അവർ, അതായത് ഈക്വൽ ടു 1 ആംപിയർ ഇൻറ്റു 1 മണിക്കൂർ എത്ര സെക്കൻഡാ? 60 മിനിറ്റ്. അതിൽ ഓരോ മിനിറ്റും 60 സെക്കൻഡ്. അപ്പൊ എത്ര ആൻസർ? 36 പിന്നെ 2 പൂജ്യം കൂടെ അല്ലെ. സോ ഇറ്റ് ഈസ് 3600 കുളമ്പ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് 1 ആംപിയർ അവർ. ഓക്കെ, അപ്പൊ അതൊക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 5. യൂണിറ്റ് ഓഫ് MMF, മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ്. നമ്മൾ മാഗ്നറ്റിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ MMF-ഉം പിന്നെ ഇലക്ട്രിസിറ്റി അതുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ EMF ആണ്. അപ്പൊ മാഗ്നറ്റിക്കിന്റെ ഒരു ഡ്യുവലാണ് EMF എന്ന് പറയുന്നത്. അപ്പൊ EMF എന്ന് പറയുമ്പോൾ നമുക്ക് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. MMF വരുമ്പോഴാണ് നമ്മൾ ഫ്ലക്സ് അങ്ങനെയുള്ള കാര്യം, ആംബിയർ ടേൺസ് അതൊക്കെ പഠിക്കും. അപ്പൊ MMF-ന്റെ യൂണിറ്റ് എന്താണ്? MMF എന്താണ്? മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു N ഇൻറ്റു I എന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനൊരു കോയിലാണെങ്കിൽ അതിലൂടെ ഒരു കറണ്ട് പോകുന്നു, അങ്ങനെയാണെങ്കിൽ N ആണ് അതിന്റെ നമ്പർ ഓഫ് ടേൺസ് എങ്കിൽ അതിലൂടെ പോകുന്ന EMF എന്ന് നമ്മൾ പറയത്തില്ല, MMF എന്നേ പറയാറുള്ളൂ. EMF എന്ന് പറയുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസും അതൊക്കെ EMF പറയുന്നത്, വോൾട്ടേജ് പറയുന്നത്. ഇവിടെ നമ്മൾ MMF ആ പറയുന്നത്. അപ്പൊ MMF എന്താണ്? MMF N ഇൻറ്റു I, ആംപിയർ ഇൻറ്റു ടേൺസ്. യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് MMF എന്താണ്? ആംപിയർ ടേൺസ്, പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് നമ്പർ ഓഫ് ടേൺസ്. Okay. Which of the following rule is used to find the direction of induced EMF? അല്ലെ, ഇൻഡ്യൂസ്ഡ് EMF-ന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏതാണ് യൂസ് ചെയ്തേക്കുന്നത്? നിങ്ങൾ ഓർക്കണം, ഒരു EMF ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, അയ്യോ ഇതിനകത്ത് ജനറേറ്റർ ആണോ മോട്ടർ ആണോ എന്നൊന്നും പറയുന്നില്ലല്ലോ എന്ന് ഫസ്റ്റ് ആലോചിക്കും അല്ലെ. കാരണം നമ്മൾ ജനറേറ്ററിനും മോട്ടറിനും രണ്ട് റോളാ. എന്തായാലും കോർക്ക് സ്ക്രൂ റൂൾ ഒന്നും അല്ല, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഒന്നും അല്ല എന്ന് ഒരു പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് അറിയാം. പിന്നെ പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് ഡൗട്ട് വരുന്നത് ഇവിടെയാണ്, ഫ്ലെമിങ്സിന്റെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? കാരണം നമ്മൾ കുറെ പേര് നമ്മൾ ചിലതൊക്കെ കാണാതെ പഠിച്ച്, എന്തായാലും ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. അപ്പം ഇൻഡ്യൂസ്ഡ് EMF എന്നാ പറഞ്ഞേക്കുന്നത്, അതായത് ഒരു EMF അവിടെ ഉണ്ടാകുക. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് അവർ പറയണോ ഇതെന്താ, ഇത് ഒരു ജനറേറ്റർ തന്നെയാണ് അല്ലെ. അപ്പൊ ജനറേറ്റർ ആവുമ്പം ഏത് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ജനറേറ്റർ ആണെങ്കിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. സോ ജനറേറ്റിംഗ് ആണെങ്കിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡും, മോട്ടറിംഗ് ആണെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡും. ഓർത്തോളുക. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ജനറേറ്റിംഗ്, എന്തെങ്കിലും ജനറേറ്റ് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ ഫോർ ജനറേറ്റിംഗ് നമ്മൾ എപ്പോഴും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യും, ഫോർ മോട്ടറിംഗ് നമ്മൾ എപ്പോഴും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യും. അങ്ങനെ ഓർത്തു, അങ്ങനെ കാണാം, അങ്ങനെ ഒരു രീതിയിൽ അതങ്ങ് മനസ്സിലാക്കി വെക്കുക. ജനറേറ്റ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ്, മോട്ടറിംഗ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ്, അങ്ങനെ അങ്ങത് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഈ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 6 ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ? ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നോ? ഓക്കെ ശരി. ഓക്കെ, ദ ലിഫ്റ്റിംഗ് പവർ ഓഫ് എ മാഗ്നറ്റ്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ലിഫ്റ്റിംഗ് പവർ ഓഫ് എ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഉത്തരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു B², അതായത് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ബൈ 2μ² പെർമിയബിലിറ്റി ഇൻറ്റു ഏരിയ എന്നാണ് ലിഫ്റ്റിംഗ് പവർ ഓഫ് എ മാഗ്നറ്റ്. അപ്പം ജസ്റ്റ് നിങ്ങളത് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അതിന്റെ തിയറി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വോയിസ് ആയിട്ട് വല്ലതും ഇട്ട് തരാം. കാരണം അത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിലബസിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. അപ്പൊ നിങ്ങൾ ശരിക്കും ഇപ്പം ഒരു 21/20 അങ്ങനെ ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് നടന്ന എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അത് ശരിക്കും ഡിറ്റോ നിങ്ങളുടെ സിലബസ് തന്നെയാണ്. ഇനി ഇതേ സിലബസ് നേരത്തെ നടന്ന എക്സാം ആണ്. Who discovered neutron? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ അങ്ങനെ ആ ഒരു ലെവലിൽ എക്സാമിലൊക്കെ എന്തായാലും ഒരു 2-3 ചോദ്യങ്ങൾ ഇങ്ങനെ പേരുകളിലൊന്നും ഉണ്ടാവും. Who discovered neutron? ജെയിംസ് ചാഡ്വിക് ആണ് 1932.
ജെയിംസ് ചാഡ്വിക്. ജസ്റ്റ് നിങ്ങൾ പേര് പഠിക്കുക, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഒരു സിമ്പിൾ വോൾട്ടായിക് സെല്ലിന്റെ വോൾട്ടേജ്. ഇപ്പൊ നിങ്ങൾ ശരിക്കേ ഇപ്പൊ ഒരു 80 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോന്ന് ആൻസർ ചെയ്തിട്ട് 80 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് നോക്കുക. ഞാൻ എന്തായാലും ക്ലാസ്സും ഏകദേശം 1.5 മണിക്കൂറാണ്. അപ്പൊ ഈ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് കൂടെ നിങ്ങൾ നോക്കിക്കും. വോൾട്ടേജ് ഓഫ് അതായത് ഞാൻ ആൻസർ പറയുന്ന മുമ്പ് നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു സെൽഫ് അനാലിസിസ് ആവും. വോൾട്ടേജ് ഓഫ് എ സിമ്പിൾ വോൾട്ടായിക് സെൽ. ഒരു സിമ്പിൾ വോൾട്ടായിക് സെല്ലിന്റെ വോൾട്ടേജ് അതും കാണാതെ പഠിക്കേണ്ടതാണ്. അപ്പൊ വോൾട്ടായിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക് ആൻഡ് കോപ്പർ ഇൻ ആസിഡ് അല്ലെ, അതാണ് വോൾട്ടായിക് സെല്ല്. അപ്പൊ അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.08 വോൾട്ട് ആണ്. ഒരു സിമ്പിൾ വോൾട്ടായിക് സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇതൊക്കെ ശരിക്കും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അതായത് ഇപ്പൊ നമുക്ക് അപ്പം കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ശരിക്കും ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു നിയർലി ലൈറ്റിന്റെ സ്പീഡിലാണ് പോകുന്നതെന്നാണ് വെപ്പ്. അങ്ങനെയാണ് അതിന്റെ ഒരു തിയറി വരുന്നത്. എന്തായാലും കിലോമീറ്റർ പെർ മിനിറ്റും കിലോമീറ്റർ പെർ അവർ ഒന്നും അല്ലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പം ശരിക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും ജസ്റ്റ് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എന്തായാലും പെർ അവറും എന്തായാലും പെർ സെക്കൻഡ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു കഴിഞ്ഞാൽ ഈ ഉത്തരം നമുക്ക് മാർക്ക് ചെയ്യാം. ശരിക്കും 2.998 into 10⁵. കാരണം ഈ വാല്യൂസ് എല്ലാം ഒരേ രീതിക്കാണ് തന്നേക്കുന്നത്. ഈ യൂണിറ്റ് മാത്രമേ അവർ മാറ്റി തന്നിട്ടുള്ളൂ ഈ ഓപ്ഷനിൽ. ശരിക്കും ഈ ഒരു 2016 ഈ ചോദ്യപേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഓപ്ഷൻസിൽ അവർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻസ് വളരെ എളുപ്പമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് പല ഉത്തരങ്ങളും പിക്ക് ചെയ്തെടുക്കാം. പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, നമ്മൾ പഠിച്ചപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് എടുക്കാവുന്ന. പിന്നെ നൺ ഓഫ് ദി അബോവ് എന്നൊരു ഓപ്ഷൻ എല്ലാത്തിലും ഉണ്ട്. അവിടെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. ഓക്കെ, അപ്പം 2.998 into 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഉത്തരം. അതായത് ഇവിടെ 297,842 അപ്രോക്സിമേറ്റ്ലി 297,842 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 10ാമത്തെ ചോദ്യം കഴിഞ്ഞു. 11ാമത്തെ ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് MCB is used in എയർ കണ്ടീഷണർ? നമ്മൾ വീട്ടിലൊക്കെ എയർ AC ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഏത് ടൈപ്പ് MCB ആണെന്നാണ് ചോദ്യം. അപ്പൊ L സീരീസ് ആണോ, G സീരീസ് ആണോ, ഏതാണ്? G സീരീസ് അല്ല, G സീരീസ്. അതെ, അതായത് ഇന്ററപ്റ്റിംഗ് ഡ്യൂട്ടി അനുസരിച്ച് നമുക്ക് G സീരീസ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ടിംഗ് ടൈപ്പ് ഓഫ് ഉത്തരങ്ങളാണ്. ഓക്കെ, 12ാമത്തെ ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഫയർ? ഏത് ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ് ഇലക്ട്രിക്കൽ ഫയറിൽ യൂസ് ചെയ്യുന്നത്? അപ്പൊ ശരിക്കും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇലക്ട്രിക്കൽ ഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റിംഗ്വിഷർ ഒരിക്കലും കണ്ടക്ടിങ് ആയിരിക്കരുത് അല്ലെ. അതുകൊണ്ടാണ് ഈ ഇലക്ട്രിക്കൽ ഫയർ എന്ന് അവർ എടുത്തു ചോദിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടക്ടിങ് ആയിരിക്കരുത്. കണ്ടക്ടിങ് ആണെങ്കിൽ അതും കൂടെ കയറി തീ പിടിക്കും. അപ്പൊ നോൺ കണ്ടക്ടിങ് മീഡിയം ആയിരിക്കണം. ആൻസർ എന്താണ്? ഹാലോൺ ടൈപ്പ് എന്നുള്ളതാണ് ആൻസർ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ബാർ ഹാലോൺ ടൈപ്പ് ആണ്. നോൺ കണ്ടക്റ്റീവ് മീഡിയം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇതും ശരിക്കും ബൈഹാർട്ടിംഗ് ഏരിയ ആണ് ഇതൊക്കെ. നോൺ കണ്ടക്റ്റീവ് മീഡിയം. അതായത് വാട്ടർ ഫോം അതൊക്കെ അൺസേഫ് ആണ്. അപ്പൊ ശരിക്കും നമ്മൾ വെള്ളം ഒന്നും കോരി ഒഴിക്കരുത് ഇലക്ട്രിക്കൽ ഫയർ വരുമ്പോ അല്ലെ. നൈക്രോം ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ. നൈക്രോം വയർ. നൈക്രോം എവിടെയാണ് വൈഡ്ലി യൂസ് ചെയ്തിരിക്കുന്നത്? ലാമ്പ് ഫിലമെന്റ് ആണോ, ഹീറ്റർ കോയിൽ ആണോ,
അതോ ട്രാൻസ്ഫോമർ വൈൻഡിങ് ആണോ, സർക്യൂട്ട് കണക്ഷൻ ആണോ? അതായത് അത് ചൂടായിക്കൊണ്ട് വേണം നമുക്ക് അതിന്റെ വർക്കിംഗ് നടക്കാൻ. എന്തായാലും ട്രാൻസ്ഫോമർ വൈൻഡിങ് ഒന്നും അല്ല, കേട്ടുകേൾവി പോലും ഇല്ല ട്രാൻസ്ഫോമറിനകത്ത്. സർക്യൂട്ട് കണക്ഷൻസും നമുക്കറിയില്ല. ലാമ്പിന്റെ ഫിലമെന്റും അല്ല. അപ്പം ഹീറ്റർ എലമെന്റ്സ് ആണ്. ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ളത് മൂലം, അപ്പൊ ഇതിന്റെ ഡൈക്രോം വയറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഹൈ റെസിസ്റ്റിവിറ്റി. അത് നിങ്ങൾ ഓർത്തോളുക. ഹൈ റെസിസ്റ്റിവിറ്റി ആണ് നൈക്രോം വയറിനുള്ളത്. അത് കാരണം ഇത് ഹീറ്റർ എലമെന്റ്സിലാണ്. അതുപോലെ തന്നെ ഓക്സിഡേഷൻ ഫിലമെന്റ്സിലും യൂസ് ചെയ്യാറുണ്ട്. ഓക്സിഡേഷൻ റെസിസ്റ്റൻസും ഉണ്ട്. പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകൂല അല്ലെ? നമ്മുടെ ചിലപ്പോൾ ഹീറ്ററൊക്കെ ആവുമ്പം നമ്മൾ എന്തായാലും വെള്ളം ചൂടാക്കാൻ ആ ഹീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ഓക്സിഡേഷൻ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ഇലക്ട്രോൺ ലോസ് ചെയ്യുക. അപ്പം അതൊക്കെ അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. തുരുമ്പെടുക്കൂല, ഓക്സിഡേഷൻ നടക്കൂല. എയറും വാട്ടറും കൂടെ ഉള്ള റിയാക്ഷൻ അവിടെ ഇല്ല. അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്. അതുകൊണ്ട് തന്നെ അത് ഹീറ്റർ കോയിൽസിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫിലമെന്റ്സിലും കണക്ഷൻസ് ഒന്നും അല്ല. വാട്ട് ഈസ് ദ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഇൻ കിലോ വോൾട്ട്? ശരിക്കും ഇതൊരു ക്യാപിറ്റൽ ലെറ്ററിൽ ചോദിക്കാം. ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. നമുക്കൊരു ഡൗട്ട് വരാം. കിലോ വോൾട്ട് എന്ന് പറയുമ്പോൾ വോൾട്ട് ക്യാപിറ്റൽ ലെറ്റർ ചോദിക്കണ്ടേ? ചെറുതൊക്കെ എഴുതി കഴിഞ്ഞാൽ ഡൗട്ട് വരുന്നില്ലേ? ഇപ്പൊ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒന്നും വരാറില്ല. കിലോ വോൾട്ട് പെർ mm, കിലോ വോൾട്ട് പെർ millimeter. വാട്ട് ഈസ് ദ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ആസ്ബെസ്റ്റോസ്? ആസ്ബെസ്റ്റോസിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം, 42. വെരി ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ്. സ്റ്റാൻഡേർഡ് ടേബിളിൽ തന്നിരിക്കുന്ന വാല്യൂ 42 ആണ്. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യാന്നല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. 15ാമത്തെ ചോദ്യം ഇതേ ചോദ്യം തന്നെയല്ലേ മുമ്പേ വന്നേ? കിലോ വാട്ട്, വാല്യൂ ഓഫ് 1 kWh. നേരത്തെ എന്താ ചോദിച്ചു? അത് 1 ആംപിയർ അവർ അല്ലേ? 1 ആംപിയർ അവർ. ഓക്കെ, അതെ, അതേ കോൺസെപ്റ്റ് തന്നെ ഇവിടെ പിന്നെയും ചോദിച്ചേക്കുക. അപ്പൊ നിങ്ങൾ അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ ചിലപ്പോൾ ഇത് ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോഴത്തേക്ക് അവിടെ മാർക്ക് ചെയ്തെങ്കിൽ പോയി. ഓക്കെ, ഇതിൽ ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ ഉള്ള ചോദ്യത്തിന് പറ്റി ഏതെങ്കിലും ക്ലൂ കാണും. PSCയുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെയും വരാറുണ്ട്. ഓക്കെ, 1 kWh. എന്താ ഉത്തരം? 1 kW ആണ്. അപ്പൊ കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 1000 വാട്ട്. 1000 വാട്ട് ഇൻറ്റു നേരത്തെ അവർ 3600, 60 × 60. അപ്പൊ 1 kWh എന്ന് പറയുന്നതാണ് 1 ജൂൾ എന്ന് നമ്മൾ പറയുന്നത്. കിലോവാട്ട് എന്ന് പറഞ്ഞാൽ പവർ, അതായത് പവർ ഇൻറ്റു ടൈം, അതായത് എനർജി. അതാണ് എനർജി. ജൂളിലാണ് അതിന്റെ യൂണിറ്റ്. അപ്പൊ എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂള്. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്സ്. അപ്പൊ വാട്ട് സെക്കൻഡ് ആണ് ജൂൾ എന്ന് പറയുന്നത്. അപ്പൊ എത്ര വരും? 36ന്റെ കൂടെ 1, 2, 3, 4, 5 0. അത് ഏത് ഓപ്ഷനാ? 15. 36ന്റെ കൂടെ 5 0, 1, 2. അപ്പൊ ഓപ്ഷൻ എ. ഓക്കെ, ഇനി സോളിനോയിഡ്. അപ്പം സോളിനോയിഡ് ഒക്കെ നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട്സ് ഒക്കെ പറഞ്ഞപ്പോഴാണ് പഠിച്ചത്. അപ്പം നമ്പർ ഓഫ് ടേൺസ്, അതായത് മാഗ്നറ്റിക് സർക്യൂട്ട്സിന് അത് എപ്പോഴും എത്ര ടേൺ ഉണ്ടെന്നുള്ളത് ഒരു കാര്യമാണ്. ട്രാൻസ്ഫോമർ ആണെങ്കിലും പ്രൈമറിയിൽ ഇത്ര. ട്രാൻസ്ഫോമർ ഒരു മാഗ്നറ്റിക് എഫക്ട് കൊണ്ട് വർക്ക് ചെയ്യുന്ന സാധനമല്ലേ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഫാരഡേസ് ലോ വെച്ച് വർക്ക് ചെയ്യുന്ന ലെൻസസ് ലോ ഒക്കെ. അപ്പം അതിലിപ്പം സോളിനോയിഡ് എന്ന് പറയുന്നതും ഇതുപോലെ. ഇതാണ് ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബേസിക്കലി അതിനകത്ത് വരുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഓൺലി 1 ടേൺ അല്ല, ഹാവിങ് മോർ. ഇത് രണ്ടാണ് ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടിൽ എന്തോ ആണ് കാര്യം. അപ്പൊ സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് വിത്ത് ആക്സിയൽ ലെങ്ത് മച്ച് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഡയമീറ്റർ. അതിന്റെ ഡയമീറ്ററിനെക്കാളും എന്തായാലും അങ്ങനെയല്ലേ വരുള്ളൂ. ആക്സിയൽ ലെങ്ത് എന്ന് പറയുന്നത് ആയിരിക്കുമല്ലോ ഡയമീറ്ററിനെക്കാളും കൂടുതൽ വരിക. ഹാവിങ് മോർ ആക്സിയൽ ലെങ്ത്, അതായത് അതുകൊണ്ട് തന്നെ അകത്തുള്ള ഫീൽഡ് യൂണിഫോം ആൻഡ് സ്ട്രോങ് ആയിരിക്കും.
സോ ഓപ്ഷൻ സി. ഇനി അടുത്തത് മെഷർമെന്റ്സ് എന്നുള്ളൊരു ചോദ്യമാണ്. 2 വാട്ട് മീറ്റർ മെത്തേഡ്. 2 വാട്ട് മീറ്റർ മെത്തേഡ് നമ്മൾ 2 വാട്ട് മീറ്റർ മെത്തേഡിൽ എങ്ങനെ പഠിച്ചത്? നമുക്ക് P1 കിട്ടും, P2 കിട്ടും അല്ലെ. P1 എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. P1 എന്ന് പറയുന്നത് VL IL cos 30 + 5 അതുപോലെ തന്നെ P2 എന്ന് പറയുന്നത് VL IL cos 30 - 5 ആണ്. ഈ രണ്ടുമാണ് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പല കേസുകളും നമുക്ക് പറയാം. രണ്ട് പവറും പോസിറ്റീവ് ആവുന്ന പറയാം, ഒന്നിന്റെ റീഡിങ് 0 ആവുന്ന കേസ് പറയാം. അങ്ങനെ പല അതായത് ആംഗിൾ ഫൈ എത്ര വരുന്നു എന്നുള്ള രീതിയിൽ, അതായത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ എത്ര മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ പവർ ഫാക്ടർ എത്രയാണ് വരുന്നത്, അതിന്റെ ബേസിസിൽ P1ന്റെയും P2ന്റെയും പല പല വാല്യൂകൾ നമുക്ക് പറയാം. P1 = 2P2 പറയാം, അല്ലെങ്കിൽ P1 പോസിറ്റീവ് P2 0, അല്ലെങ്കിൽ P1 = -P2. അതൊക്കെ പല രീതിയിൽ ഇതെല്ലാം ഈ ഇക്വേഷനിൽ നിന്ന് വരുന്ന ഒരു ടേബിൾ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് അതിന്റെയൊക്കെ ഏറ്റവും സിമ്പിൾ ഫോം ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. 2 വാട്ട് ഇതൊക്കെ ശരിക്കും കുറച്ച് ഡിഗ്രി ലെവലാണ് ഈ ഒരു ഇക്വേഷൻ. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. 2 വാട്ട് മീറ്റർ എന്താണെന്നുള്ളത് മനസ്സിലേക്ക് ഇത് ഓടി വന്നാൽ മതി. 2 വാട്ട് മീറ്റർ മേളിലും താഴെയൊക്കെ വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം എന്തായാലും 1 വാട്ട് മീറ്ററിൽ 1 പവർ കിട്ടും, രണ്ടാമത്തെ വാട്ട് മീറ്റർ 2 പവർ കിട്ടും. അപ്പൊ അത് ചിലപ്പോൾ 2 ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഒന്നിൽ പോസിറ്റീവ് വാല്യൂ കിട്ടാം, ഒന്നിൽ നെഗറ്റീവ് വാല്യൂ കിട്ടാം, അല്ലെങ്കിൽ ഒന്നിൽ 0 കിട്ടാം. അതെന്ന് പറയുന്നത് ഈ ഒരു ഫൈയുടെ വ്യത്യാസമല്ലേ. ബാക്കിയെല്ലാം സെയിമാ, ആംഗിൾ മാറുന്നതനുസരിച്ച് ഇതിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യുമല്ലോ. ഇപ്പൊ 2 വാട്ട് മീറ്റർ മെത്തേഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? റെസിസ്റ്റീവ് ലോഡ് മാത്രമാണോ? അല്ല. ബാലൻസ്ഡ് ലോഡ് ആണോ? ബാലൻസ്ഡ് ലോഡ് ആണ്. ബാലൻസ്ഡും അൺബാലൻസ്ഡും രണ്ടും നമ്മൾ യൂസ് ചെയ്യും. ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് 3 ഫേസ് ലോഡ് രണ്ടും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 വാട്ട് മീറ്റർ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നും വറീഡ് ആവണ്ട. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിൽ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി, ഇപ്പൊ സാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കുമല്ലോ. അതുകൊണ്ട് ഒരു പരിചയമാവാൻ വേണ്ടി മാത്രം ഞാൻ 2 വാട്ട് മീറ്റർ മെത്തേഡിന് എന്തോന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. 18 പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആൻഡ് കറന്റ് ട്രാൻസ്ഫോമർ. നിങ്ങളുടെ സിലബസിൽ നല്ലപോലെ ഇപ്പോഴത്തെ സിലബസിലും പറയുന്നുണ്ട് മെഷർമെന്റ്സിനകത്ത് പൊട്ടൻഷ്യൽ. ഓക്കെ, അത് എന്തിന്റെ അണ്ടറിലാണ് പഠിക്കുന്നത്? മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കും. അപ്പൊ അതിൽ വരുന്നതാണ് എന്താണ് പൊട്ടൻഷ്യൽ ആൻഡ് കറന്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. പവർ ട്രാൻസ്ഫോമർ ആണോ? അല്ല, തീരെ അല്ല. ഔട്ട്ഡോർ ആണോ? അല്ല. ഇൻഡോർ ട്രാൻസ്ഫോമർ ആണോ? അല്ല. പവർ ട്രാൻസ്ഫോമർ ഒന്നും അല്ല. അതിനെ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ. നമ്മൾ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ഏതൊക്കെയാണോ, അപ്പൊ പൊട്ടൻഷ്യൽ, കറന്റ് അങ്ങനെ പഠിക്കുന്ന തന്നെ അല്ലേ. അപ്പൊ അത് മെഷർമെന്റ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. പവർ ട്രാൻസ്ഫർ ഇല്ല. മെഷർമെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ് മെയിൻ. മെഷർമെന്റ് ബാർ പ്രൊട്ടക്ഷൻ ആണ് ഇതിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമറിന്റെ. അതും ഒരു ചോദ്യമാണ്. ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മെയിൻ പർപ്പസ് 3-4 ഓപ്ഷൻസ് അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അടുത്തത് മെഷീൻസിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇന്റർപോൾസ് ആർ പ്രൊവൈഡഡ് ടു. ഇന്റർപോൾസിന് നമുക്ക് കമ്മ്യൂട്ടേറ്റിംഗ് പോൾസ് എന്നും പറയാം. ഇന്റർപോൾസ് ആർ ഓൾസോ കോൾഡ് കമ്മ്യൂട്ടേറ്റിംഗ് പോൾസ്. അപ്പൊ ഇന്റർപോൾസ് എന്തിനാണ്? ആ പേരിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടിയല്ലേ. ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ ബൈ ജനറേറ്റിംഗ് കറക്റ്റിംഗ് EMF. അപ്പൊ ആർമച്ചർ റിയാക്ഷനെ കൗണ്ടർ ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഈ പേരുകളൊക്കെ ഓർത്തോളുക. കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. അപ്പൊ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യുക. അപ്പം എന്താണ് കൗണ്ടർ ആർമച്ചർ റിയാക്ഷൻ? കൗണ്ടർ, അതായത് മെയിൻ ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ആർമച്ചർ റിയാക്ഷൻ ഉണ്ടാവുന്നത്. അത് ഓൾറെഡി പഠിച്ചു കാണും. അപ്പൊ അതൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യുക. അപ്പൊ ആർമച്ചർ റിയാക്ഷനെ കൗണ്ടർ ചെയ്യുക.
അതായത് കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർപോൾസിന്റെ ഉപയോഗം. 20ാമത്തെ ചോദ്യം, which of the following method is used to control the speed of shunt motor below than its rated speed? Which of the following method is used to control the speed of shunt motor below its rated speed എന്നായിരിക്കും, below than its rated speed. നമ്മള് സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടർ എന്നൊക്കെ പറഞ്ഞ് കുറെ മെത്തേഡ്സ് പഠിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് വരും ഈ ഒരു അത് വായിച്ച് പഠിച്ചിട്ടാക്കി ആൻസർ ചെയ്യാൻ പറ്റും. ഫോർ ഷണ്ട് DC മോട്ടറാണ് ഇവിടെ. ഇതൊരു ഷണ്ട് DC മോട്ടറാണ്. അപ്പം റേറ്റഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തോ ആ മോട്ടറിന്റെ നെയിം പ്ലേറ്റിലുള്ള സ്പീഡ്, അതാണ് അതിന്റെ റേറ്റഡ് സ്പീഡ്. അതിൽ കൂടുതൽ സ്പീഡോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കറണ്ടോ അതിനെടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് കറണ്ട് കയറി വന്ന് നമ്മുടെ മോട്ടർ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിന് ആദ്യം ഓട്ടോ ട്രാൻസ്ഫോമർ വെക്കുന്നത് അല്ലേ. അപ്പൊ അതിലൊരു ഫ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷന് വേണ്ടി എന്തെങ്കിലും നമ്മൾ വെക്കും. അപ്പം മെയിൻലി നമ്മൾ ഫ്യൂസ് ആണ് വെക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് ഒത്തിരി കറണ്ട് കയറി വരുമ്പോഴത്തേക്ക് ഫ്യൂസ് കത്തി നമുക്ക് നമ്മുടെ എക്യുപ്മെന്റ് സേഫ് ആക്കാം. അപ്പം ഷണ്ട് DC മോട്ടറിൽ സ്പീഡ് ബിലോ റേറ്റഡ് സ്പീഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? ആർമച്ചർ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആർമച്ചർ വോൾട്ടേജ് കൺട്രോൾ. ആർമച്ചർ കൺട്രോൾ ആണ്. അതായത് ഫീൽഡിനെ നമുക്ക് വീക്കൻ ചെയ്യണം. ഫീൽഡ് വീക്കനിങ് ആണ് അവിടെ നടക്കുന്നത്. സോറി, അങ്ങനെയല്ല. ഫീൽഡ് വീക്കനിങ് ഫീൽഡ് വീക്കനിങ് വന്നു കഴിഞ്ഞാൽ സ്പീഡ് കൂടുകയുള്ളൂ. ഫീൽഡ് വീക്കനിങ് ഇൻക്രീസസ് ദ സ്പീഡ്. ഫീൽഡ് വീക്കനിങ് ഇൻക്രീസസ് ദ സ്പീഡ്. അപ്പൊ അതുകൊണ്ടാണ് ഫീൽഡ് ആൻഡ് ആർമച്ചർ കൺട്രോൾ അല്ലാതെ. ഉത്തരം ആർമച്ചർ കൺട്രോൾ മാത്രമാണ്. ഫീൽഡ് ശരിക്കും നമ്മൾ ഈ വലിയ റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആൾക്കാര് സ്പീഡ്, അപ്പൊ നമ്മൾ ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ ഒരുപാട് വരുന്ന സമയമാണ്. എനിക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാണ്. നിങ്ങൾക്കത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ല. ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയല്ല. അതിൽ ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് PMSM മോട്ടറാണ്. പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രോണസ് മോട്ടറാണ് ഇപ്പൊ ഉള്ള ഇലക്ട്രിക് വെഹിക്കിളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മോട്ടറിനൊക്കെ ഇപ്പൊ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെ ഇതിന്റെ സ്പീഡ് കൂട്ടാം. അതായത് ഉള്ള സെറ്റപ്പിൽ തന്നെ, അതായത് ഇനി പുതിയ മാഗ്നറ്റ് പുതിയ മോട്ടർ കൊണ്ടുവന്ന് ഹൈ റേറ്റിംഗ് ഉള്ള മോട്ടർ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഉള്ള മോട്ടർ വെച്ചിട്ട് എങ്ങനെ സ്പീഡ് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നൊക്കെ ഉള്ള റിസർച്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫീൽഡ് വീക്കനിങ് എന്ന് പറയും. ഫീൽഡ് വീക്കനിങ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഫീൽഡ് വീക്കൻ ചെയ്താൽ സ്പീഡ് കൂടും. N=EB/φ ആണ്. N is proportional to back EMF/φ ആണ്. അപ്പൊ ഫീൽഡ് വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടും, അത്രേ ഉള്ളൂ. അപ്പൊ അതല്ല ഉത്തരം. നമുക്ക് സ്പീഡ് ബിലോ റേറ്റഡ് സ്പീഡ് പിടിക്കാൻ വേണ്ടി എന്തുവാ വേണ്ടതെന്ന് ചോദിക്കുന്നത്, അത് ആർമച്ചർ കൺട്രോൾ ആണ്. ഓക്കെ, ശരിക്കും ഈ PMSM പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രോണസ് മോട്ടറിന്റെ കാര്യമൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഏത് മോട്ടറാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ചൂടെ? ഓക്കെ, ഇനി 21ാമത്തെ ചോദ്യം. The starting winding is opened by a centrifugal switch when the motor has come up to about. ഏത് മോട്ടറാണെന്ന് ഇവര് പറയുന്നില്ല. അപ്പം ഉത്തരം 75%. ശരിക്കും ഇതിവിടെ ഒരു സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആണ് ഇവിടെ. ഈ ചോദ്യമൊക്കെ ഇനി ക്യാൻസൽ ചെയ്ത് പോയതാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. കാരണം ഇതിൽ ഏത് മോട്ടറാണെന്നോ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റാർട്ടിങ് വൈൻഡിങ് ഈസ് ഓപ്പൺഡ് ബൈ എ സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. ശരിക്കും ഉത്തരം 75% ഓഫ് ദ സിങ്ക്രോണസ് സ്പീഡ് ആണ്. ഇപ്പൊ PSCയുടെ ആൻസർ കീയിൽ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അവർ ഓപ്ഷൻ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒന്ന് പഠനം നടത്തിയപ്പോൾ എനിക്ക് തോന്നിയത് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആയിരിക്കണം. സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ ദ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓപ്പൺസ് ദ സ്റ്റാർട്ടിങ് വൈൻഡിങ് അറൌണ്ട് 75% ഓഫ് ദ സിങ്ക്രോണസ് സ്പീഡ് ആണ്.
സിൻക്രോണസ് സ്പീഡ് ns എന്ന് പറയുമ്പോൾ ns is equal to 120 f/p, ഫ്രീക്വൻസി, നമ്പർ ഓഫ് പോൾസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഔട്ടർ കേജ് ഓഫ് സ്ക്യൂറൽ കേജ് മോട്ടർ. സ്ക്യൂറൽ കേജ് മോട്ടറിന്റെ അത് കാണാൻ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. ഔട്ടർ കേജ് ഓഫ് സ്ക്യൂറൽ കേജ് മോട്ടർ ഇസ് മേഡ് അപ്പ് ഓഫ് അലൂമിനിയം. ഇപ്പൊ റോട്ടർ ബാർ എന്ന് പറയുന്നത്, സ്ക്യൂറൽ കേജിന്റെ റോട്ടർ ബാർസ് എന്ന് പറയുന്നത് അലൂമിനിയം ആണ്, അല്ലെങ്കിൽ ഡൈ കാസ്റ്റ്, DIE ഡൈ കാസ്റ്റ് ആണ്. കോപ്പറും ഉപയോഗിക്കാറുണ്ട്, പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ട് അലൂമിനിയം ആണ് യൂസ് ചെയ്യുന്നത്. PSC തന്ന ഉത്തരം അലൂമിനിയം ആണ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സാധനമാണ് സ്റ്റാർ ഡെൽറ്റ കണക്ഷനിൽ വോൾട്ടേജും കറണ്ടും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പഠിക്കണം. അപ്പോൾ വോൾട്ടേജ് ഓർത്താ പിന്നെ സ്റ്റാർ നമുക്ക് അതിന്റെ ഇത് വെച്ച് പറയാന്നുള്ളൂ. അപ്പം ഇൻ സ്റ്റാർ കണക്ഷൻ സപ്ലൈ വോൾട്ടേജ് ഈസ് റെഡ്യൂസ്ഡ് as 1/√3 ടൈംസിനെ ഉള്ളൂ, ശരിക്കും 1/2 എന്നാ പറയുന്നത്. അപ്പം ലൈൻ വോൾട്ടേജിന്റെ എത്ര എന്നാ? ഇൻ സ്റ്റാർ കണക്ഷൻ സപ്ലൈ വോൾട്ടേജ് റെഡ്യൂസ്ഡ് as, ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/√3 ഓഫ് ലൈൻ വോൾട്ടേജ് ആണ്. അപ്പം സപ്ലൈ പെർ ഫേസ് റെഡ്യൂസ് ആവുന്നുണ്ട്. PSC തന്നിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതെങ്ങനെ വന്നു എന്നുള്ളത്, ഓപ്ഷൻ ബി എങ്ങനെയാണ് ഉത്തരം? ശരിക്കും 1/√3 ടൈംസ് ഓഫ് ലൈൻ വോൾട്ടേജ് എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. അപ്പൊ ഇത് ഒരു ഉത്തരം ബി ആ പറഞ്ഞിരിക്കുന്നത്. അത് എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഓപ്ഷൻസ് തെറ്റായിട്ട് തന്നാണോ അതോ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആയതിട്ടാണോ എന്തോന്ന് അറിയില്ല. അത് നമുക്ക് പിന്നീട് നോക്കാം. ശരിക്കും ഫേസ് വോൾട്ടേജ് ഇക്വൽ 1/√3 ലൈൻ വോൾട്ടേജ് ആണ്. ഫേസ് കറണ്ട് ഈസ് ഇക്വൽ ടു ലൈൻ കറണ്ട്. അങ്ങനെയാണ് സ്റ്റാറിൽ വരുന്നത്. ഡെൽറ്റ ആവുമ്പോൾ നേരെ തിരിച്ച്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 24. നിങ്ങൾ അവിടെ ഉണ്ടല്ലോ അല്ലേ? ക്ലാസ് ഡിസ്കണക്ട് ഒന്നും ആയി പോയിട്ടില്ലല്ലോ അല്ലെ? ഓക്കെ. Next question. In the 3-point starter, the hold-on coil is connected in the. ഇപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലേ കുറച്ചും കൂടെ കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒരു 1-2 സെന്റൻസ് കൊണ്ടല്ല, ഇച്ചിരി കൂടെ വ്യക്തത വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസിനൊക്കെ. അതുകൊണ്ടാണ് ഇപ്പൊ ക്യാൻസലേഷൻ കുറവ് ക്വസ്റ്റ്യൻസിന്റെ. In the 3-point starter, the hold-on coil is connected in the. Hold-on coil. എന്താണ് ഉത്തരം? Hold-on coil is placed across the supply. അപ്പൊ എന്താണ്? അപ്പൊ സപ്ലൈ, ലോസ് ഓഫ് സപ്ലൈ ഓർ ഫീൽഡ് ഓപ്പൺസ് ദ സർക്യൂട്ട് ഫോർ പ്രൊട്ടക്ഷൻ. അപ്പം ഹോൾഡ് ഓൺ കോയിൽ എന്ന് പറയുന്നത് അക്രോസ് ദ സപ്ലൈ ആണ്. Question number 25. To magnetize a steel is difficult because of its. ഒരു സ്റ്റീലിനെ, അതായത് നമുക്ക് ഒരു സ്റ്റീലിനെ മാഗ്നറ്റ് ചെയ്യാൻ പറ്റും. ആ സ്റ്റീലിന്റെ അടുത്തോട്ട് മാഗ്നറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല അല്ലെ? മാഗ്നറ്റ് ചാടിക്കറി അത് പിടിച്ചിരിക്കത്തൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രത്തിലൊന്നും മാഗ്നറ്റിന്റെ എഫക്റ്റ് ഇല്ല. ടു മാഗ്നറ്റൈസ് എ സ്റ്റീൽ ഇസ് ഡിഫിക്കൽട്ട്. എന്തുകൊണ്ടാണ്? മാഗ്നറ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പെർമിയബിലിറ്റി. നമ്മൾ കണ്ടക്ടിവിറ്റി എന്നുള്ളത് EMF, അതായത് നമ്മുടെ കറണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടക്ടിവിറ്റി പറയുന്ന പോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ പറയുന്നതാണ് പെർമിയബിലിറ്റി. ഫ്ലക്സിനെ എത്രമാത്രം അത് കടത്തി വിടും എന്നുള്ളതാണ്. അപ്പം മാഗ്നറ്റൈസ് ആവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ കാര്യം എന്താണ്? ലോ പെർമിയബിലിറ്റി. കടത്തി വിടുന്നില്ല, ലോ പെർമിയബിലിറ്റി ആണ് അതിന്റെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 26. 1 ഫാരഡ്. ഫാരഡ് എന്താണ്? കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് അല്ലെ? ഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. അപ്പം
നമുക്കറിയാം Q ഈക്വൽ ടു സി വി ആണ് അല്ലെ. സോറി, Q ഈക്വൽ ടു സി വി ആണ്. അപ്പൊ C ഈസ് ഈക്വൽ ടു, നമുക്കറിയാം C ഈസ് ഈക്വൽ ടു Q ബൈ V ആയിരിക്കും അല്ലെ. C ഈസ് ഈക്വൽ ടു Q ബൈ V. അപ്പൊ Q എന്താണ്? കുളമ്പ് ചാർജ്, അത് മുമ്പേ പറഞ്ഞു. അപ്പൊ കുളമ്പ് പെർ വോൾട്ട്, അങ്ങനെ ഉത്തരം വല്ലതും ഉണ്ടോ? 1 കുളമ്പ് പെർ വോൾട്ട്. 26ന്റെ ഉത്തരം 1 കുളമ്പ് പെർ വോൾട്ട്. ഇനി നമ്മുടെ സെൽസ് എന്നൊക്കെ ഉള്ള ചോദ്യമാണ്. ഡീപോളറൈസർ ഈസ് യൂസ്ഡ് ഇൻ ഡ്രൈ സെൽ. ഏതാണ് ഡീപോളറൈസർ യൂസ്ഡ് ഇൻ ഡ്രൈ സെൽ എന്ന് പറയുന്നത്? മാംഗനീസ് ഓക്സൈഡ് ആണ്, MnO2 ആണ്. അതായത് എന്താണ് ഡീപോളറൈസർ എന്ന്? എന്താണ് അതിന്റെ അർത്ഥം? എന്താ സംഭവം? പ്രിവെന്റ് ഹൈഡ്രജൻ പോളറൈസിങ്. ആനോഡും കാഥോഡും ഉണ്ട്. അപ്പൊ കാഥോഡിലുള്ള ഹൈഡ്രജൻ പോളറൈസിങ്ങിനെ പ്രിവെന്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യമാണ്. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളൊരു ചോദ്യമാണ്. എന്താണ്? two batteries each of open circuit voltage 2 volt and internal resistance of 2 ohm are connected in parallel. രണ്ട് ബാറ്ററി ഇങ്ങനെ രണ്ട് ബാറ്ററി പാരലൽ ആയിട്ടുണ്ട്. ബാക്കി കാര്യം ഞാൻ വരയ്ക്കാവേ. ഇതെന്റെ പെന്നിന്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഇത് സർക്യൂട്ട് ഞാൻ വരച്ചു. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ്, അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് രണ്ടിനും ഉണ്ട്, അതും മാർക്ക് ചെയ്യുക. അപ്പൊ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 2 വോൾട്ട്, രണ്ടാമത്തെ ആക്ക് രണ്ടും സെയിം തന്നെ. ഈച്ച് ഓഫ് സർക്യൂട്ട് വോൾട്ടേജ് 2 വോൾട്ട് ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് 2 ഓം ടു സപ്ലൈ എ ലോഡ് ഓഫ് 2 ഓം. ഓക്കെ, ഇവിടെ ഒരു 2 ഓം ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ 2 ബാറ്ററി 2 വോൾട്ട് ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് 2 ഓം. 2 വോൾട്ട് 2 ഓം ആർ കണക്റ്റഡ് ഇൻ പാരലൽ ടു സപ്ലൈ എ ലോഡ് ഓഫ് 2 ഓം. അതിലൂടെ പോകുന്ന കറണ്ട് അത്രേ ഉള്ളൂ. ഇതാണ് ടോട്ടൽ വോൾട്ടേജ്, അതിലൂടെ പോകുന്ന കറണ്ട് ആണ് കണ്ടത്. ഇപ്പം ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ ഇത് ചെയ്താൽ പോരെ? ആൻസർ എന്താ? ടോട്ടൽ വോൾട്ടേജ് 4/6. അപ്പൊ ശരിക്കും ആ ഒരു ഉത്തരം ഇതിലില്ലല്ലോ. 2/3 എന്നുള്ളൊരു ഉത്തരം ഇതിലില്ലല്ലോ. രണ്ടെണ്ണം രണ്ടും കൂടെ. ഓക്കെ, ശരിക്കും ഇത് ഇങ്ങനെയല്ല, രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു റെസിസ്റ്റൻസ്. അപ്പൊ ഇങ്ങനെ വരയ്ക്കാമല്ലോ നമുക്ക്. അപ്പം 2/3 എന്നുള്ളതല്ല ഉത്തരം. ഇത് രണ്ടും പാരലല് 4. ഇപ്പം ചോദ്യം എന്താണ്? കറണ്ട് സപ്ലൈഡ് ബൈ ദ ബാറ്ററി. ഓക്കെ, മൊത്തത്തിലുള്ള ഇത് തന്നെയാണ്. അപ്പൊ ശരിക്കും 0.67 തന്നെയാണ്. ഇങ്ങനെ വന്നെങ്കിൽ, ഇങ്ങനെ ആണെങ്കിൽ തന്നെയും 0.67 തന്നെയാണല്ലോ ഉത്തരം വരേണ്ടത്. വേറെ ആരെങ്കിലും ചെയ്ത് കിട്ടിയോ അതിന്റെ ഉത്തരം? സാർ 2/3 അല്ലേ വരുന്നത്? അതെ, 2/3 ആ വരുന്നത്. പക്ഷെ ആ ഉത്തരം ഇവിടെ ഇല്ലല്ലോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. PSCയുടെ കീയില് D ആ കൊടുത്തിരിക്കുന്നത്. നോക്കാം അതൊന്നുകൂടെ. അത് ഞാൻ മറ്റേ നിങ്ങളുടെ കോർഡിനേറ്റർക്ക് ഇട്ട് കൊടുത്തേക്കാവേ. ഇതിലെന്തെങ്കിലും ചെയ്തു. അപ്പൊ അവര് ഓപ്ഷൻസ് തെറ്റായിരിക്കും, ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 29. The density of the acid in lead acid battery gives an indication of. lead acid ബാറ്ററിയിലുള്ള ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഇൻഡിക്കേഷൻ എന്താണെന്നാണ്. എന്താണ് അത്? തിയറിയാണ്, നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ചാർജ് ഓഫ് ദ ബാറ്ററി ആണ്. lead acid battery electrolyte specified അതായത് electrolyte specific gravity indicates the state of charge. അതായത് SOC ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് SOC സ്റ്റേറ്റ് ഓഫ് ചാർജ് ആണ് പറയുന്നത്.
അടുത്തത് മിനിമം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ വാട്ടർ ഹീറ്റർ. മിനിമം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ വാട്ടർ ഹീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. 0.5 മെഗാ ഓം. അതായത് ഓൾറെഡി റിട്ടേൺ ആയിട്ടുള്ള കാര്യമാണ്. ഇൻസുലേഷൻ മിനിമം വാട്ടർ ഹീറ്ററിന്റെ ഒക്കെ ഇൻസുലേഷൻ 0.5 മെഗാ ഓം ആണ്. വെൻ ദ ജനറേറ്റർ ഈസ് ലോഡഡ്. ഇവിടെ MNA GNA എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം MNA എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. GNA എന്ന് പറഞ്ഞാൽ ജോമെട്രിക് ന്യൂട്രൽ ആക്സിസ്. അപ്പം ജനറേറ്റർ ലോഡ് ചെയ്യുമ്പം അണ്ടർ ലോഡ് ദ മാഗ്നറ്റിക് ന്യൂട്രൽ പ്ലെയിൻ ഷിഫ്റ്റ്സ്. അപ്പൊ ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ആർമച്ചർ റിയാക്ഷൻ, അതായത് ലോഡ് ചെയ്യുമ്പം ആർമച്ചർ റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ ആർമച്ചർ റിയാക്ഷൻ കാരണം മാഗ്നറ്റിക് ന്യൂട്രൽ പ്ലെയിൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, മാഗ്നറ്റിക് ന്യൂട്രൽ പ്ലെയിൻ ഷിഫ്റ്റ് ചെയ്യും. അപ്പം എന്താണ്, ബ്രഷസ് ആർ പ്ലേസ്ഡ് അറ്റ് ദ ന്യൂ ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് ഫോർ സ്പാർക്ക്ലെസ് കമ്മ്യൂട്ടേഷൻ. അപ്പം ബ്രഷസ് പുതിയ ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്. അപ്പൊ നിങ്ങൾ അത് ഓർത്താൽ മതി. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വരും, ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഇതിന് മെയിൻ ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത് ആർമച്ചർ റിയാക്ഷൻ ആണ്. അപ്പൊ ആർമച്ചർ റിയാക്ഷൻ കാരണം രണ്ട് കാര്യങ്ങൾ ഉണ്ടാവത്തില്ലേ, ക്രോസ് മാഗ്നറ്റൈസേഷൻ. അപ്പൊ അതിലൂടെ സ്പാർക്കിംഗ് ഉണ്ടാവും എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പൊ ആ സ്പാർക്ക് കുറയ്ക്കാൻ വേണ്ടി, സ്പാർക്ക്ലെസ് കമ്മ്യൂട്ടേഷൻ കിട്ടാൻ വേണ്ടി ബ്രഷിനെ നമ്മൾ ജോമെട്രിക് ന്യൂട്രൽ ആക്സിസിലാണ് വെക്കേണ്ടത് എന്നുള്ളതാണ്. സാറേ ഒരു ഡൗട്ട്. ആ സാറേ നമ്മൾ മറ്റേ ബ്രഷിന്റെ ഇലക്ട്രിക്കൽ പൊസിഷൻ പറയുമ്പോൾ MNL വെക്കണമെന്നല്ലേ പറയാറുള്ളത്? അതെ. കാരണം ഇവിടെ ജനറേറ്റർ ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ GNA വെച്ച് കഴിഞ്ഞാൽ സ്പാർക്ക് ഉണ്ടാവുമല്ലോ. MNL അല്ലേ വെക്കണ്ടേ? ബ്രഷസ് ആർ കെപ്റ്റ് ഇൻ. PSC പറഞ്ഞ ഉത്തരം 31 അവര് റിലീസ് ചെയ്ത ആൻസർ തെറ്റാണ്. ബ്രഷസ് നമ്മള് പോളാർ പക്ഷേ വരുന്നത് MNL തന്നെ. കറക്റ്റ്. MNA ലാണ് സ്പാർക്ക്ലെസ് കമ്മ്യൂട്ടേഷൻ വരണമെങ്കിൽ അത് MNA ലാണ് വെക്കേണ്ടത്. ശരിയാണ്. ഓക്കെ അത് കറക്റ്റ് ചെയ്തോളൂ. PSC തന്ന ആൻസർ കീഴിൽ തെറ്റുണ്ട്. 32 a 24 ohm and 80 ohm 8 ohm. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. രണ്ട് റെസിസ്റ്റൻസസ് പാരലൽ ആയിട്ട് വരുമ്പോൾ 24 പാരലൽ ടു 8 R1 R2 by R1 plus R2 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 6 ohm എന്ന്. ഇതിന്റെ ഉത്തരം നിങ്ങൾ കൊടുത്തേക്കുന്ന 24 into 8 by 24 plus 8. അത് ഓപ്ഷനിൽ തെറ്റിപ്പോയെന്ന് തോന്നില്ല അവർക്ക് അല്ലേ? 6 അല്ലേ ഉത്തരം വരുന്നേ? ഇതില് ഓപ്ഷൻ തെറ്റല്ലേ അല്ലേ? അതെ ഓപ്ഷനിൽ തെറ്റ്. ഇതൊക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. അപ്പൊ അതില് ഒരു 6 എന്ന് എഴുതിയത് 60 ആയിപ്പോയതോ. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനങ്ങനെ അവർ തരുന്ന ഓപ്ഷൻ തെറ്റായിരിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. The percentage of carbon in high speed steel 0.1 to 2% ആണ്. അത് പിന്നെ നോട്ട് ചെയ്യാം കേട്ടോ. അതിലെന്തോ ശരിക്കും ഇവർ ഈ ഓപ്ഷൻസ് ഒക്കെ തെറ്റതാന്നിരിക്കുന്നത്. 0.75 to 1% ആണ് ഹൈ സ്പീഡ് സ്റ്റീലിലുള്ള കാർബൺ കണ്ടന്റ് വരുന്നത്. 0.75 to 1%. ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ. ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ സിലബസിൽ വരുന്നത്.
the control force employed in an indicating instrument which can be kept in any position. Control force employed in gravity control ആണോ, എഡ്ഡി കറന്റ് ആണോ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണോ, സ്പ്രിംഗ് കൺട്രോൾ ആണോ? അതായത് ഇപ്പൊ ഓർക്കേണ്ടത് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, എഡ്ഡി കറണ്ട് ഒന്നും അല്ല, എന്തായാലും അതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. എഡ്ഡി കറണ്ട് വെട്ടി, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ കൺട്രോൾ, ഇതൊന്നും കൺട്രോൾ അല്ല, ഇതൊക്കെ ശരിക്കും ഡാമ്പിംഗ് മെത്തേഡ്സ് ആണ്. ഗ്രാവിറ്റി ആണോ സ്പ്രിംഗ് ആണോ? പൊസിഷൻ. അപ്പം പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് പൊസിഷനിലും കൊണ്ടുവെക്കാന്ന് പറഞ്ഞാൽ അത് പൊസിഷനെ, അതായത് അതിന്റെ തീറ്റ ആംഗിൾ ഒന്നും ഇവിടെ വലിയ കാര്യമില്ലെന്ന് അർത്ഥം. അതായത് സ്പ്രിംഗ് കൺട്രോളാ. ഗ്രാവിറ്റി കൺട്രോളിനകത്ത് ഓറിയന്റേഷൻ ഇൻഡിപെൻഡന്റ് കൺട്രോൾ ആണ്. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ സൈൻ തീറ്റയിലൊക്കെ ഒരു ഇത് വരുന്നുണ്ട്. സ്പ്രിംഗ് കൺട്രോളിൽ നമ്മൾ തീറ്റ പറയുന്നുണ്ട്, പക്ഷെ സൈൻ ഓഫ് തീറ്റ. പക്ഷെ ശരിക്കും ഓറിയന്റേഷൻ ഇൻഡിപെൻഡന്റ് കൺട്രോൾ എന്ന് പറയുന്നത് സ്പ്രിംഗ് കൺട്രോൾ ആണ്. ഗ്രാവിറ്റി കൺട്രോൾ ഡിപ്പെൻഡ്സ് ഓൺ പൊസിഷൻ. Question number 35. The deflecting control of a moving iron instrument is. Moving iron. എന്താണ് മൂവിങ് അയൺ എന്ന് പറയുമ്പോൾ സ്ക്വയർ ഓഫ് ദ കറണ്ട് അല്ലെ. TD ഈസ് പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ. അതുകൊണ്ടാണല്ലോ നോൺ യൂണിഫോം സ്കെയിൽ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോൺ ലീനിയർ ആയിരിക്കും അല്ലെ. മൂവിങ് അയണിൽ നോൺ ലീനിയർ ആയിരിക്കും. മൂവിങ് കോയിൽ ആണെങ്കിൽ ലീനിയർ ആയിരിക്കും. പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ അല്ല, പ്രൊപ്പോർഷണൽ ടു I ആ. TD ഈക്വൽ ടു B ഇൻറ്റു I ഇൻറ്റു N ഇൻറ്റു A എന്നാ. ഇവിടെ ആണെങ്കിൽ I സ്ക്വയർ ഇൻറ്റു DL ബൈ D തീറ്റ, അങ്ങനെയൊക്കെ I സ്ക്വയർ ആ. ഓക്കെ, ഇനി എനർജി മീറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. If the meter constant mentioned in the meter is 1500 revolution per kilowatt hour, in one revolution the energy consumption is. ആയിരത്തി 1500 revolution per kilowatt hour ആണ്. അപ്പം വാട്ട് മിനിറ്റ്സിലാണ് ഉത്തരം, ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പൊ വാട്ട് മിനിറ്റ്, അപ്പൊ വാട്ട് ഇൻറ്റു ഇവിടെ തന്നെ 1 hour 60 minutes. കിലോ എന്ന് പറയുമ്പം 10⁻³ അതും കിടക്കട്ടെ. ഓക്കെ, 10⁻³ 1000 എന്ന് എഴുതാം. അപ്പൊ 1000 വാട്ട് ബൈ 60. അപ്പൊ ഇനിയുള്ള പൂജ്യങ്ങളൊക്കെ കിട്ടിക്കളയാം. 0 0. ഒരു 1 റവല്യൂഷനിലുള്ള എനർജി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 1500 ബൈ 1000 ഇൻറ്റു 60. എന്നിട്ട് ഇവിടെ ഈ വാട്ട് മിനിറ്റിനെ ഇങ്ങോട്ട് മാറ്റിക്കളയാം. എന്താ ഉത്തരം വരുന്നേ? ഉത്തരം ഉണ്ടോ ഇതിൽ, അതോ ഇതിലും മിസ്റ്റേക്ക് ഉണ്ടോ? സാറേ അറിയില്ല, ഈ ടോപ്പിക് അറിയില്ല. ഓക്കെ, അതെടുത്തിട്ടില്ല അല്ലെ. ഇപ്പോഴത്തെ സിലബസ് ഇല്ലാത്തതാണോ ഇനി? പക്ഷെ എനർജി മീറ്റർ കോൺസ്റ്റന്റ് ഈസി ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇപ്പൊ എനർജി കൺസംഷൻ എന്താണ് ഇതിനകത്ത്, ഈ ഒരു ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് എഴുതാം. വാട്ട് അവർ എന്താണെന്ന് ശരിക്കും അവര് എനർജി വാട്ട് അവർ ആ ചോദിച്ചിരിക്കുന്നത്. അപ്പം 1500 റെവല്യൂഷൻ പെർ കിലോ വാട്ട്, അതായത് മീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, മീറ്റർ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു റെവല്യൂഷൻ പെർ കിലോ വാട്ട് അവർ. അതായത് നമ്മുടെ എനർജി മീറ്റർ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള എനർജി മീറ്റർ. അപ്പൊ ആ എനർജി മീറ്ററിനകത്തുള്ള ഡിസ്ക് ഇങ്ങനെ കറങ്ങുവാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ കിലോ വാട്ട് അവറിൽ, നമ്മൾ ജൂളിൽ, നമ്മുടെ മീറ്ററിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 0.1, 1.1 കിലോ വാട്ട് അവർ ഇത്രയും നമ്മൾ കൺസ്യൂം ചെയ്തെന്ന്. ഓക്കെ, അതനുസരിച്ചാണ്. അപ്പൊ അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന അനുസരിച്ച് ഈ ഡിസ്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഡിസ്കിന് ഒരു മീറ്റർ കോൺസ്റ്റന്റ് ഉണ്ട്, അതാണ് 1500 എന്ന് പറയുന്നത്. അപ്പൊ 1500 റവല്യൂഷൻ ആയി കഴിഞ്ഞാൽ
നമ്മൾ 1 യൂണിറ്റ് കറണ്ട് കൺസ്യൂം ചെയ്തെന്നാണ് അതിന്റെ അർത്ഥം. 1 കിലോവാട്ട് അവറിൽ 1500 തവണ കറങ്ങി കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന്റെ വിലയാണ് നമ്മൾ ഇതിനെ കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എ സി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അപ്പൊ അതിന്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കൺസ്യൂമേഴ്സിന് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് മിന്നി നിൽക്കും അല്ലെ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ആ എനർജി എത്രയാണെന്നാണ്. അപ്പം കിലോവാട്ട് അവർ ഈസ് ഈക്വൽ ടു ആ റെവല്യൂഷൻ ബൈ മീറ്റർ കോൺസ്റ്റന്റ് ചെയ്താൽ മതി. ഇപ്പുറത്ത് ചെയ്യാം. അപ്പം കിലോവാട്ട് അവർ ഈസ് ഈക്വൽ ടു റെവല്യൂഷൻ ബൈ മീറ്റർ കോൺസ്റ്റന്റ് ആണ്. അപ്പം വാട്ട് അവറിനെ നമുക്ക് വാട്ട് മിനിറ്റിലാണ്. അപ്പൊ വാട്ട് മിനിറ്റ് ഇൻറ്റു 60. അപ്പം റെവല്യൂഷൻ ബൈ 60 ഇൻറ്റു മീറ്റർ കോൺസ്റ്റന്റ്. അപ്പം ശരിക്കും ഇതിനകത്ത് അതിന് തക്കതായ ഒരു ഉത്തരം അവർ കൊടുത്തിട്ടില്ല. അതായത് 1500 റെവല്യൂഷൻ എനർജി പെർ റെവല്യൂഷൻ ഈസ് 1/1500 കിലോവാട്ട് അവർ. അപ്പൊ 2/3 വാട്ട് അവർ എന്ന് വരും. അപ്പൊ 2/3 വാട്ട് അവർ 40. ഓക്കെ, അത് ഞാൻ ആൻസർ ഞാൻ ഇട്ടേക്കാം. അപ്പൊ ശരിക്കും എന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എനർജി മീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റെവല്യൂഷൻ പെർ കിലോവാട്ട് അവർ. മീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റെവല്യൂഷൻ പെർ കിലോവാട്ട് അവർ ആണ്. അത് നമുക്ക് മീറ്റർ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. എത്ര കിലോവാട്ട് അവർ ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. റെവല്യൂഷൻ എത്ര ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An unknown DC voltage is to be measured. Which measuring range will you select first? DC voltage നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു DC വോൾട്ടേജ് ആണ് മെഷർ ചെയ്യേണ്ടത്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്ക് മെഷർ ചെയ്യേണ്ടതിനേക്കാളും കൂടുതൽ ഒരു വോൾട്ടേജ് മെഷർ ചെയ്യാന്നുള്ളതാണ്. അപ്പം മാക്സിമം 500 ആയിരിക്കില്ലേ? അതെ 500. അതെ 500 ആണ്. 500 വോൾട്ട് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 38 നമ്മൾ മുമ്പേ പറഞ്ഞ 2 വാട്ട് മീറ്റർ മെത്തേഡിന്റെ. In 3-phase circuits, the formula for calculating power factor by 2 watt meter method is എന്താണ്? ഓപ്ഷൻ ബി ആ √3 into W1 minus W2 by W. നേരെ ഞാൻ പറഞ്ഞില്ലേ P1 എന്ന് പറയുന്നതാണ് ഈ W1. അപ്പൊ അത് VL/IL cos 30 + 5. അതുപോലെ തന്നെ V2 എന്ന് പറയുന്നത് VL/IL cos 30 - 5. അപ്പൊ അതിനകത്ത് നമ്മൾ P1 + P2 P1 - P2 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസൾട്ടിൽ എത്താൻ പറ്റും. √3 into W1 minus W2 by W1 plus W2. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ മതി. ഡെറിവേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. റെസിസ്റ്റൻസ് ഓഫ് ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. The resistance of the starting winding, option C ആണ്. Can be any value and there is no relationship. കാരണം അതിനനുസരിച്ച് നമ്മൾ ആ ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ് ദാൻ ദ റണ്ണിങ് വൈൻഡിങ് ടു ക്രിയേറ്റ് എ ഫേസ് ഷിഫ്റ്റ്. സോറി, ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരു ഹൈ റണ്ണിങ് വൈൻഡിങ് ആണ്. റണ്ണിങ് വൈൻഡിനേക്കാളും കൂടുതലായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 40. ദ പർപ്പസ് ഓഫ് കപ്പാസിറ്റർ ഇൻ എ ഫാൻ. ഓക്കെ, നമ്മൾ വീട്ടിലൊക്കെ ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പറയത്തില്ല കപ്പാസിറ്റർ പോയി എന്ന് പറയില്ല. ഞാൻ കുറച്ചുകൂടെ സ്പീഡിൽ പോവാണ്. ഇനി നമുക്ക് 80 ക്വസ്റ്റ്യൻസിൽ എത്തണ്ടേ. പർപ്പസ് ഓഫ് കപ്പാസിറ്റർ എന്താണ്? കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു ഫേസ് ഷിഫ്റ്റ്
കറണ്ട് ലീഡിങ് ആയിരിക്കും കപ്പാസിറ്ററിന്റെ കേസിൽ. അപ്പം എന്താണ്, ഒരു ഫേസ് ഷിഫ്റ്റ് തരും. ദ കപ്പാസിറ്റർ ഗീവ്സ് എ ഫേസ് ഷിഫ്റ്റ് ഇൻ സിംഗിൾ ഫേസ് മോട്ടോഴ്സ്. അപ്പൊ ഒരു റൊട്ടേറ്റിംഗ് ഫീൽഡ് അത് തരുന്നു. അപ്പൊ ഞാൻ അതിനെ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് ഇനിയിപ്പോ ആ ഒരു രീതിയിലും ചോദിച്ചാലോ, ഒരു റൊട്ടേറ്റിംഗ് ഫീൽഡ് വന്ന് ഒരു ടോർക്ക് വന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്യണം കപ്പാസിറ്റർ, അതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. 41 ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാംപ്സ് ആണ്. HPMP ലാമ്പ് ഗീവ്സ്, അതും ഒരു ഇതാണ് 50 ലൂമൻ പെർ വാട്ടർ ആണ്. ഇൻകാൻഡസൻ ലാമ്പിനെക്കാളും കൂടുതലായിരിക്കും, സോഡിയം ലാമ്പിനെക്കാളും കുറവായിരിക്കും, 50 ലൂമൻസ്. ഞാൻ അതെല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നോക്കിയാൽ മതി. അപ്പൊ ഹൈ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പിന്റെ കൂടെ നിങ്ങൾ നോക്കേണ്ട ലാമ്പ് ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ട ഏതൊക്കെയാണ്, ഇൻകാൻഡസൻ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ് ഒക്കെ നോക്കണം. At the time of starting, the sodium vapor lamp gives the color of light. സോഡിയം വേപ്പർ ലാമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഒരു കളർ ആയിരിക്കും, പിന്നെ റെഡിഷ് പിങ്ക് ആയിരിക്കും. ആദ്യം റെഡിഷ് കളർ ആയിരിക്കും, പിന്നീട് അത് യെല്ലോയിഷ് ആവും. റെഡ് കത്തി അത് യെല്ലോ ലൈറ്റ് ആവും. അത് പഠിച്ചോണം. സോഡിയം വേപ്പർ ലാമ്പ്, അതുപോലെ നിയോൺ ലാമ്പ്, ആർഗൺ ലാമ്പ്, അതെല്ലാം പഠിച്ചോണം. അതിനകത്തൊക്കെ ആ കളർ വ്യത്യാസം വരുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ അത് ചോദിക്കാറുണ്ട്. അപ്പൊ റെഡിഷ് കളർ ടു യെല്ലോ കളർ ആകുമ്പോൾ റെഡിഷ് പിങ്ക്, ആ പിങ്ക് എന്നുള്ളതാണ് ഇച്ചിരി കൂടെ നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നത്. ഈ ഓപ്ഷനിൽ റെഡ് എന്നേ ഉള്ളൂ, റെഡിഷ് പിങ്ക് ആണ്, അത് യെല്ലോ ആവുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 43. സെന്റർ ടാപ്പിംഗ് ഓഫ് ദ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ മസ്റ്റ് ബി എർത്ത്ഡ് ടു. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ സെന്റർ ടാപ്പിംഗ് എർത്ത് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് മെയിനി, ലിമിറ്റ് ദ ഓപ്പറേറ്റീവ് കറണ്ട് ആണോ, ഇന്റർഫറൻസ് ഒന്നും അല്ല. ഓക്കെ. റെഡ്യൂസ് ദ ഓപ്പറേറ്റീവ്, അതൊന്നും അല്ല. നമ്മൾ എർത്ത് ചെയ്യുന്നത് എന്തിനാ? മെയിൻലി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പ്രൊവൈഡ് ദ സേഫ്റ്റി ഓഫ് ദ ഓപ്പറേറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 40. പ്രൊവൈഡ് ദ സേഫ്റ്റി ഓഫ് ഓപ്പറേറ്റർ. Question number 44. The possible minimum reading which can be taken by 0.25 mm of an outside micrometer is. The possible minimum reading. അതും കാണാൻ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. 0.01 mm. Question number 45. The bending angle of hard-drawn bare copper conductor for Britannia joint. ആദ്യം ബ്രിട്ടാനിയ ജോയിന്റ് എന്താണെന്ന് അറിയണം. So it is 45 degree. ഇതിന്റെ കൂട്ടത്ത് വരുന്ന മറ്റ് ജോയിന്റ്സുകളും നോക്കണം. ബ്രിട്ടാനിയ ജോയിന്റ് ഷുഡ് ബി 45 ഡിഗ്രി. അപ്പൊ ഇതൊക്കെ ഒരു ഇലക്ട്രീഷ്യൻ ലെവൽ എക്സാമിനൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആണ്. സബ് എഞ്ചിനീയർ ലെവലിലാണെങ്കിൽ പോലും ഇതൊന്നും ചോദിക്കില്ല. അപ്പൊ അത്രയും നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇത് ഇമ്പോർട്ടന്റ് ആണ്. എത്ര ആംഗിൾ എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. In soldering aluminum cables with a ferrule joint, it is advisable to use a copper ferrule. ഇതിന്റെ ശരിക്കും ഒരു ഡീറ്റെയിൽഡ് ആൻസർ കീ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ അതിന്റെ PDF കൂടെ ഷെയർ ചെയ്തേക്കാം. അപ്പൊ അതിലിപ്പോ നമ്മൾ കണ്ട 1-2 മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അതിനകത്ത് ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്, മറ്റ് എക്സ്പ്ലനേഷൻസ് കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ മറ്റ് ഓപ്ഷൻസ് എന്തുകൊണ്ടല്ല എന്നുള്ളതും കൂടെ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് വായിച്ചാൽ മതി, ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. The distance between clips in horizontal runs shall not exceed. ഓപ്ഷൻ ബി ആണ് 15 സെന്റിമീറ്റർ. അപ്പൊ ഇത് ക്ലീറ്റ് വയറിങ്ങിലാണ്. അപ്പൊ ഇതിങ്ങനെ ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് ഇത് വയറിങ്ങിലാവുന്നൊക്കെ ഒരു സ്റ്റുഡന്റ് എങ്ങനെ മനസ്സിലാക്കും? ഇപ്പൊ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്ര പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അവർ പറയും ഇൻ ക്ലീറ്റ് വയറിംഗ് എന്നൊക്കെ പറയും അവര്. അല്ലാതെ ഇപ്പൊ നമ്മൾ ക്ലീറ്റ് വയറിംഗ് ആണോ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാവാം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം പ്ലേസിംഗ് ഓഫ് ക്ലിപ്സ് ഓൺ ഹൊറിസോണ്ടൽ റൺസ് ഇസ് അബൌട്ട് 15 സെന്റിമീറ്റർ ആണ്. For pipe earthing, the minimum internal diameter of galvanized iron or steel pipe required is 38 mm ആണ്. 1.5 ഇഞ്ച്. 1.5 ഇഞ്ചിൽ 38 mm. Question number 49. According to IE rules,
the leakage current in an installation should not exceed 1 by dash part of the maximum current. Okay, അതും by hearting type ആണ്. 1 by 500 times ആണ്. 500 അല്ല, 1 by 5,000. 1 by 5,000 times ആണ്. The conductors of the armature winding are soldered at the commutator segment. Soldered at the commutator segment internally ആണോ, brushes ആണോ, segment directly ആണോ, riser ആണോ? അപ്പം armature coil leads are soldered to the commutator segment directly at the risers. Brush അല്ല. So segments directly. Option D. Okay, lad.